ഹായ്. ദഹനം മെച്ചപ്പെടുത്താനും മൂത്രാശയ അണുബാധയുള്ളവർക്ക് അത് മാറാനായിട്ടും അതുപോലെയാണെങ്കിൽ കൊളസ്ട്രോൾ കുറയാനും വയറിൽ അമിതമായിട്ടുള്ള കൊഴുപ്പിനെ കുറിച്ച് അമിത വണ്ണം കുറയ്ക്കാനായിട്ടും പ്രമേഹം നിയന്ത്രിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു കഞ്ഞി ഇന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വണ്ണം കുറയ്ക്കുന്നവർക്കൊക്കെ ഇത് ഒത്തിരി നല്ലതാണ്. ഞാൻ എടുത്തിരിക്കുന്ന ബാർലിയാണ്. ഇത് നമ്മൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 8 മണിക്കൂർ കുതിരാൻ വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുന്ന ബാർലിയുടെ 3 ഇരട്ടിയായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ ആദ്യം എടുത്തിരിക്കുന്ന ബാർലിയുടെ പകുതിയോളം ചെറുപയർ കൂടി എടുക്കണം കേട്ടോ. ചെറുപയറും നമ്മൾ കുതിർത്തതിന് ശേഷം കുക്കറിലോട്ട് ഇത് രണ്ടും കൂടി ഒന്നിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പം നമ്മളാണെങ്കിൽ ഇതിലോട്ട് ഉപ്പുകല്ല് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പുകല്ല് തന്നെ എടുക്കണം. എന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് 7 വിസിലെങ്കിലും വെക്കണം. നമ്മൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നല്ല വേവുണ്ട്. ഇനിയിപ്പോൾ ആണെങ്കിൽ നമ്മളിത് വെന്തതിന് ശേഷം എന്തെങ്കിലും ചമ്മന്തിയോടൊപ്പമൊക്കെ കഴിക്കാവുന്നതാണ്. നിങ്ങൾക്കിത് എല്ലാ ദിവസവും ഡിന്നറായിട്ട് കഴിക്കാം. നല്ല റിസൾട്ടാണ് കേട്ടോ. വണ്ണം കുറയാനായിട്ടും അതുപോലെയാണ് കൊളസ്ട്രോൾ കുറയാനും ഷുഗർ കുറയാനും ഒക്കെ നല്ലതാണ്.